ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പരുന്തുംപാറയിലെ, അതായത് ഇടുക്കിയിലെ കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ നിയമപരമല്ലാതെ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിച്ചു മാറ്റാതിരിക്കാൻ ഉടമ കൊണ്ട് സ്ഥാപിച്ച കുരിശാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ചിത്രമാണ് കാണുന്നത്. നമ്മുടെ രാഹുൽ വിജയൻ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജില്ലാ കളക്ടർ ഉത്തരവുമായിട്ടാണ് ഇത് പൊളിച്ചു നിൽക്കാൻ റവന്യൂ വകുപ്പ് എത്തിയതാണ്. രാഹുൽ വിജയൻ ടെലഫോണിൽ. രാഹുൽ, നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരം എന്താണ്? നല്ല സ്ഥലത്താണ് ഈ റിസോർട്ട് പണിയാൻ ശ്രമിച്ചത്, സമ്മതിക്കണം നമ്മൾ. എന്തായാലും യാതൊരു തടസ്സവുമില്ലാതെ ഈ കയ്യേറ്റ ഭൂമിയിലെ കുരിശു പണിത് പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കുക തന്നെയാണ് ഇന്ന് റവന്യൂ സംഘത്തിന്റെ ലക്ഷ്യം. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തിരിക്കുന്നത്. റവന്യൂ സംഘത്തിന്റെ പ്രത്യേക ടീം 15-അംഗ ടീമിനെ ഫോം ചെയ്തിരുന്നു. കളക്ടർ ആ ടീമാണ് ഇപ്പോൾ നിലവിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്, ഈ കുരിശ് പൊളിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കളക്ടർ നേരിട്ട് താക്കീത് നൽകി അടിയന്തരമായി ഇത് പൊളിച്ചു നീക്കിയേ മതിയാകൂ എന്ന് കളക്ടറുടെ താക്കീതുണ്ടായിരുന്നു ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക്, ഈ പ്രത്യേക സംഘത്തിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കളക്ടറെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു ഈ സജിത്ത് ജോസഫ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ അനധികൃത ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം അതിന്റെ ക്ലോസ് ഷോട്ടാണ്. നിങ്ങൾക്ക് കാണാം, ഈ വളരെ ഉയരത്തിൽ ഒരു കുരിശ് അദ്ദേഹം സ്ഥാപിച്ചത്. റിസോർട്ട് പൊളിക്കുന്നത് തടയുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇയാൾ സഭാ നേതൃത്വമോ അല്ലെങ്കിൽ പ്രവർത്തകരോ ആരെങ്കിലും ഇടപെടുമെങ്കിലോ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രശ്നമായി വന്നാലോ എന്നൊക്കെ കരുതിയുള്ള കുൽസിത ബുദ്ധിയിലാണ് ഈ ഹോട്ടലിൻ്റെ ഉടമ, റിസോർട്ട് ഉടമ ഇത്തരമൊരു പണിയിലേക്ക് നീങ്ങിയത്. എന്തായാലും അത് പൊളിച്ചു നീക്കാൻ തീരുമാനം കർക്കശമായി റവന്യൂ അധികാരികളും ജില്ലാ കളക്ടറും എടുത്തതോടെ അയാൾക്ക് കുരിശായി അയാളുടെ പ്രവർത്തനം. പറയൂ രാഹുൽ വിജയൻ. ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പിന്തുണ ലഭിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സജിത്ത് ജോസഫ് ഈ കുരിശ് സ്ഥാപിച്ചത്. പക്ഷേ ഏതെങ്കിലും പോയിട്ട് ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുരോഹിതന്റെ പോലും പിന്തുണ ഈ കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സജിത്ത് ജോസഫിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഈ കുരിശ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ റവന്യൂ സംഘം ഈ മത പണ്ഡിതരോട് ചോദിക്കാൻ ഇടയായിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത്. അത്തരത്തിൽ യാതൊരു പ്രതിഷേധവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുരിശ് അടിയന്തരമായി പൊളിച്ചു നീക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് റവന്യൂ സംഘം ഈ കുരിശ് പൊളിച്ചു നീക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ കുരിശുകൾ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഈ റിസോർട്ടിന്റെ ഉള്ളിൽ, ഈ അനധികൃത നിർമ്മാണം നടന്നതിനുള്ളിൽ കയറി റവന്യൂ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തൊരു നിർമ്മാണ പ്രവർത്തനമാണ്. സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പലതവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഈ സജിത്ത് ജോസഫിനോട് റവന്യൂ വകുപ്പിന് നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും പാലിക്കാതെ വീണ്ടും കളക്ടറെയും അതുപോലെ തന്നെ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അതില് റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാവുകയും വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് കളക്ടർ നടപടി കടുപ്പിച്ചത്. മാത്രമല്ല ഈ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു പരിശോധന ഇവിടെ ഉണ്ടായിരുന്നു. IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി റിപ്പോർട്ട് രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി അടിയന്തരമായിട്ട് നടപടി. ശരിയാണെങ്കിൽ രാഹുൽ വിജയനാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറം ലോകത്തെ അറിയിച്ചത്. അതൊരു മോർണിംഗ് ഷോയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എങ്ങനെയാണ് അതിന്റെ കാര്യം? എൻ്റെ പുന്നാമ്പുറം എന്ന് പറഞ്ഞ് പുരാണം മോർണിംഗ് ഷോയിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 28-ാം തീയതിയാണ് ഈ വാർത്ത ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അന്ന് ഈ അനധികൃത റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അനധികൃത നിർമ്മാണം, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിർമ്മാണം നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. അതിന് പിന്നാലെ മാർച്ച് 2-ാം തീയതി ഇടുക്കി ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിക്കൊണ്ടുള്ള ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ് നമ്മൾ ഇന്ന് രാവിലെ കൊടുത്ത വാർത്തയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ 28-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ ആ കുരിശ് അവിടെ ഇല്ല. മാത്രമല്ല അതിന്റെ ചെറിയ തറ മാത്രം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് 2-ാം തീയതി ഇത് സ്റ്റോപ്പ് മെമ്മോ നൽകി. അപ്പോഴും നമ്മൾ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോഴും ആ കുരിശ് അവിടെ ഇല്ല. പിന്നീട് ഈ സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകി അതിനുശേഷം നിരോധനാജ്ഞ ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അനധികൃത നിർമ്മാണം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി കളക്ടർ നിരോധനാജ്ഞ ചില സർവേ നമ്പറുകളിൽ മഞ്ജുമല വില്ലേജിലെ ചില സർവേ നമ്പറുകളിൽ ഏർപ്പെടുത്തിയിരുന്നു. ആ പ്രദേശത്ത് വിടുന്ന സ്ഥലമാണ് ഇവിടെ.
നിരോധനാജ്ഞ ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട്, അതായത് ഈ നിരോധനാജ്ഞ ലംഘിച്ച് ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അത് റിപ്പോർട്ട് ചെയ്യണമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കളക്ടർ. ആ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നിരോധനാജ്ഞ ലംഘിച്ച് ആണ് ഈ 2-ാം തീയതിക്ക് ശേഷം ഈ ഒരാഴ്ച കൊണ്ട് ഈ കുരിശിന്റെ പണി പൂർത്തിയാക്കി ഇന്നലെ അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നലെ നമ്മൾ അവിടെ മറ്റു ചില ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഈ കുരിശ് അവിടെ വീണ്ടും പൂർണ്ണ രീതിയിൽ പണി തീർത്ത രീതിയിൽ നമ്മൾ കാണുകയും ചെയ്ത് അപ്പോൾ തന്നെ നമ്മളത് ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്ത കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും കളക്ടറുടെ ഇടപെടലിൽ അത് പൊളിച്ചു നിൽക്കുകയാണ്. എന്തായാലും താങ്ക് യു രാഹുൽ വിജയൻ, ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കുകയും ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിനും രാഹുലിന് പ്രത്യേകം നന്ദി.